വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനും കിൻഫ്ര ഹൈടെക് പാർക്കിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK+ യൂട്ടിലിറ്റി റൂമോട് കൂടി ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 4 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു വില്ല പ്രോജക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. മോഡേൺ ബോക്സി എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ എലിവേഷന് ഭംഗി നൽകുന്നത് ഈ ഒരു പ്രീമിയം കളർ കോമ്പിനേഷൻ തന്നെയാണ്. കൂടാതെ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. 4.5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോൺ വിരിച്ച ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ വരുന്നത്. ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു സിമ്പിൾ പില്ലറും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലാണുള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇത് ഡൈനിങ് റൂമിൽ നിന്ന് വ്യൂ വരുന്ന ഒരു കോർട്ട്യാർഡാണ്. താഴെയായി മനോഹരമായ ഡിസൈൻ ചെയ്ത ഒരു ഗാർഡൻ കാണാം. ഇവിടെയായി ജാളി വർക്കൊക്കെ കൊടുത്ത് മുകളിൽ നിന്ന് സ്ക്വയർ ഡൂപ്പ് ഡിസൈനാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലാണുള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7 അടിയിലേറെ നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പില്ലർ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 2 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം ആഞ്ഞിലിയിൽ വന്ന് പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 12.5 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഇവിടെയായിട്ട് ഒരു പാർട്ടീഷനും കാണാം. പാർട്ടീഷന് അത്യാവശ്യം ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് പ്ലസ് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 11 അടിയോളം നീളവും 11 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടറിൽ ഫിറ്റിംഗ്സ് ഇനി കംപ്ലീറ്റ് ആവാനായിട്ട്. ഇവിടെയായിട്ടാണ് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അത്യാവശ്യം ഡെക്കർ സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും ലഭിക്കുന്നുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. 13 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി ഒരു ഇൻഡോർ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൂടെ ഇവിടെയായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ പോളിഗ്യാബിൻ്റെ സ്വിച്ചസും ഫിനോലെക്സിൻ്റെ വയേഴ്സുമാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ആൻഡ് ഗ്ലോസി ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വളരെ മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു പാനലിംഗ് വർക്കിൻ്റെ 2 ഭാഗത്തായിട്ട് ക്രോക്കറി യൂണിറ്റും ഡെക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്.
13 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു കിച്ചണിന് ലഭിക്കുന്നുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 11 അടി നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി കൗണ്ടർ സ്പേസും സിങ്കിനുമുള്ള വർക്ക് ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇതിൻ്റെ മിഡിലായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് വലിയൊരു UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ എത്തുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. 4 അടിയിലേറെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗ് സ്പേസിന് 15.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് ഒക്കെ ചെയ്ത് താഴ്ഭാഗത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമുക്കൊരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും ഈ ഒരു കോർണറിലായിട്ട് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്കും ഒരു സിംഗിൾ ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൻ്റെ ഡോർ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. കൂടാതെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു സ്റ്റഡി ടേബിൾ ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനാണ്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് മാറ്റ് ഫിനിഷ് സ്റ്റൈൽ നൽകി വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. 10.5 അടിയിലേറെ നീളവും 8 അടി വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി റൂമിന് ഉള്ളത്. ഇവിടെയായി ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇത് മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈ ഒരു റൂം നമുക്ക് കൺവേർട്ട് ചെയ്ത് ഒരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 11 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായിട്ട് 2 പില്ലറുകൾ നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 900 മീറ്റർ, കാക്കനാടേക്ക് 7.2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.7 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.2 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 2.5 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ,
കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി റൂമോടും കൂടി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 88 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. വില്ല പ്രൊജക്റ്റിൽ വീട് നോക്കുന്നവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വീട്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.